ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് വയനാട്ടിലേക്ക് ഒരു ട്രിപ്പ് പോവുകയാണ് ഫോർ 2 days. സോ വി ആർ സ്റ്റാർട്ടിങ് ഓൺ 26th of December ആൻഡ് വിൽ ബി കമ്മിങ് ബാക്ക് ഓൺ 28th നൈറ്റ് ആയിരിക്കും വരുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 5 hours ഡ്രൈവ് ഉണ്ട്. ഏകദേശം ഒരു 260 kilometers ആണ് ബൈ റോഡ് കാണിക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി വീഡിയോ. അപ്പോൾ ഞങ്ങൾ വയനാട് എത്തി. ഏകദേശം ഒരു 1 o'clock ആയപ്പോഴാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. അപ്പോൾ റൂം 3 o'clockനാണ് നമ്മൾ എയർബിഎൻബിയിൽ ചെക്ക് ഇൻ പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു റൂംസ് അവൈലബിൾ ആണ്, വന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പോയി ഒന്ന് ഫ്രഷപ്പായി. പിന്നെ ഞങ്ങളിതാ ഇപ്പോൾ ലഞ്ച് കഴിക്കാനായിട്ട് ഇവിടെ വിൽട്ടൺ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ അവർ സജസ്റ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. ലഞ്ച് കഴിക്കാനായിട്ട് മിൽട്ടൺ ഹോട്ടൽ നോക്കി, പക്ഷെ അവിടെ ഭയങ്കര ക്രൗഡഡ് ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് എടക്കൽ കേവ്സിലേക്ക് പോകുന്ന വഴിക്ക് വല്ലതും ഹോട്ടൽസ് ഉണ്ടോ നമുക്ക് നോക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങി. അപ്പോൾ ഏകദേശം നമ്മുടെ സുൽത്താൻ ബത്തേരി നമ്മൾ സ്റ്റേയുടെ അവിടെ നിന്ന് ഒരു 10 kilometers ആണ് നമുക്ക് എടക്കൽ കേവ്സിലേക്കുള്ളത്. പിന്നെ ഞങ്ങൾ ഓൾസോ നമ്മൾ റോയൽ ബ്രദേഴ്സിൽ സ്കൂട്ടറോ ബൈക്കോ ഒക്കെ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കയറി നോക്കിയായിരുന്നു. ഇവിടെ വയനാട്ടിൽ അതുണ്ട്, സുൽത്താൻ ബത്തേരിയിലുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഫുള്ളി ബുക്ക്ഡ് ആണ്. പിന്നെ അതേപോലെ റോട്ടിലാണെങ്കിലും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട്, വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ക്രൗഡഡ് ആണ് വയനാട്.
കാണാൻ പറ്റില്ല. സാധാരണ 4 മണിക്കാണ് ഇവിടെ ക്ലോസിംഗ് ടൈം. 2000 ടിക്കറ്റ്സ്, 2500 ടിക്കറ്റ്സ് ഉണ്ട്. ഒക്കെ സോൾഡ് ഔട്ട് ആയിപ്പോയി. അപ്പോൾ അവർ പറഞ്ഞു ഇത് ക്ലോസ്ഡ് ആണ്, ഇനിയിപ്പോൾ നാളെ രാവിലെ വരാൻ പറഞ്ഞു. കാരണം ഉച്ച കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു ചേട്ടനുണ്ടായിരുന്നു, പുള്ളി സജസ്റ്റ് ചെയ്തു ഇനി നിങ്ങൾക്ക് പോയാൽ കാണാൻ പറ്റണ ഇവിടുത്തെ അടുത്തായിട്ടുള്ളത് കാരപ്പുഴ ഡാമാണ്. അപ്പോൾ നമ്മൾ കാരപ്പുഴ ഡാമിലേക്കാണ് പോകുന്നത്. ഏകദേശം ഒരു 8 കിലോമീറ്റർ ഉണ്ട് അവിടെ നിന്ന് കേട്ടോ. എടക്കൽ കേസിൻ്റെ അവിടെ നിന്ന് 8 കിലോമീറ്റർ. അപ്പോൾ നമുക്ക് നോക്കാം അവിടെ പോയി. എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയാനുള്ളത് ഇവിടുത്തെ ആൾക്കാർ അടിപൊളിയാട്ടോ. എവിടെ സ്റ്റക്കായാലും ആരെങ്കിലോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് വഴിയൊക്കെ പറഞ്ഞു തരും. അതേപോലെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വഴികളുണ്ടല്ലോ, നമ്മൾ പോകുന്ന ഓരോ സ്ഥലത്തേക്കുള്ള വഴികളും നല്ല ചെറിയ ചെറിയ വഴികളാണ്. അതുപോലെ നല്ല കുന്നും മലയും കയറ്റവും ഇറക്കവും ഒക്കെ ഉണ്ട്. റോഡ്സിന്റെ കണ്ടീഷൻ ആണെങ്കിലും പെർഫെക്റ്റ് ഒന്നും പറയാൻ പറ്റില്ല. അത്യാവശ്യം കട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല കട്ടറുണ്ട്. അപ്പൊ കാറൊക്കെ എടുത്തിട്ട് വരികയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചോളോ. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യണത് ഒരു ബൈക്ക് റൈഡ് ഒക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. എനിക്കതേ തോന്നിയ. I wanted to do a video for you all. ഞാൻ നോക്കിയപ്പോൾ വയനാട്ടിലേക്കുള്ള വ്ളോഗ്സിൽ അത്രയും സ്ഥലങ്ങൾ കവർ ചെയ്യുകയും അത്രയും നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണിക്കണം എന്നല്ലാതെ. അപ്പോൾ ഐ വാണ്ടഡ് ടു ഡു എ പ്രോപ്പർ വീഡിയോ ഫോർ യു ഓൾ. പക്ഷേ വാട്ട് ഹാപ്പൻഡ് ഇസ് വന്ന ടൈം വാസ് വെരി റോങ്. ഞങ്ങൾ വന്നത് December 26 ആൻഡ് ഇറ്റ് ഈസ് എ പീക്ക് സീസൺ. ഇവിടെ ഭയങ്കര ക്രൗഡാണ്. ടു മച്ച് ഓഫ് പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ. ആൻഡ് ദ പ്രോബ്ലം ഇസ് നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ. എവ്രിവെയർ ദർ ഇസ് സോ മച്ച് ഓഫ് പീപ്പിൾ. ആൻഡ് എവിടെയും എന്താ പറയുക, ഒരു വൈബ് കിട്ടുന്നില്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. സോ ഇഫ് ഐ വാണ്ട് എനിക്ക് എടുത്ത വീഡിയോസൊക്കെ ചുമ്മാ റോ ആയിട്ട് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ I don't want to do it that way. So what we decided is we'll cancel this trip. We'll come over again വേറൊരു ദിവസം, വേറെ പീക്ക് സീസൺ അല്ലാത്തൊരു ടൈമിൽ, ആൻഡ് വീൽ ഡു എ പ്രോപ്പർ വീഡിയോ. അപ്പോൾ എൻ്റെ ആ വീഡിയോ വരുമ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളിപ്പോൾ കാണിച്ച സപ്പോർട്ടൊക്കെ ആ വീഡിയോയിലും കാണിക്കണം കേട്ടോ.